ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് എയ്റ്റ് സോ 2018 എന്ന് പറഞ്ഞ മൂവി ഭയങ്കര നൈസ് മൂവിയാണ്, ഭയങ്കര കിടലാണ്. എനിക്ക് നല്ല അഭിപ്രായമാണ് അതിനെക്കുറിച്ചുള്ളത്. പിന്നെ അതിൻ്റെ വിഷ്വൽസ്, ഫസ്റ്റ്ലി ഞാൻ പറയുന്ന വിഷ്വൽസാണ്. അത് രസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അച്ചു ഇന്നങ്ങനെ വിളിക്കുകയാണ്, അച്ഛൻ്റെ ഫ്രണ്ട് ഉണ്ട്, അങ്ങനെ വിളിക്കുകയാണ്, 2018 പോവല്ലേ. സ്പോട്ടിൽ ഞാൻ പറഞ്ഞു പോവാന്ന്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രെയിലറാണ്. ഇങ്ങനെ ട്രെയിലർ കണ്ട പാടി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വെച്ച് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കിടലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ട് ഭയങ്കര അടിപൊളി. ഞാൻ സ്പോട്ടിൽ കാണാന്നുള്ള മൈൻഡ് സെറ്റാക്കി. അപ്പം ഉണ്ട് അച്ചു വിളിക്കണം. പിന്നെന്ത് നോക്കാനാ, സ്പോട്ടിൽ യെസ് പറഞ്ഞു. അപ്പോൾ അച്ചു പറഞ്ഞാടാ ഭയങ്കര കിടലും ബഡ്ജറ്റുള്ള മൂവി ഒന്നല്ല, സോ നീ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചൊന്നും പോകണ്ട. പക്ഷേ ഞാൻ തിയേറ്ററിൽ എത്തിയപ്പോൾ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര അടിപൊളി വിഷ്വൽസ് ഉണ്ട്. ആ ചെറിയ ബഡ്ജറ്റിൽ ഭയങ്കര കിടലും വിഷ്വൽസ് ഉണ്ട്. നിങ്ങൾക്ക് കുറേ വിഷ്വൽസ് കാണാം. പിന്നെ ഇതിലിവർ ഫ്ലഡ് ക്രിയേറ്റ് ചെയ്തു. എങ്ങനെ പറ്റുന്നളിയാ ഇങ്ങനെയൊക്കെ ഫ്ലഡ് ക്രിയേറ്റ് ചെയ്യാൻ? എടാ ഭയങ്കര കിടിലൻ, ഭയങ്കര അടിപൊളി. ഇങ്ങനെ ഓരോ സീൻസൊക്കെ ഭയങ്കര കിടിലായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഒരു സീനൊക്കെ കണ്ടാണ്, ഇങ്ങനെയൊക്കെ ഫുള്ള് കെട്ടി അറേഞ്ച് ചെയ്ത് ഭയങ്കര നൈസായിട്ടാണ് ചെയ്തതെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ ഒരു ട്വീറ്റാണോ എന്തോ ചെയ്തിട്ടുണ്ട്, പടം അടിപൊളിയായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനോട് മാത്രമാണ് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഇടാൻ തോന്നിയത്. കാരണം അടിപൊളി പടം, ആൾ ഭയങ്കര പ്രൊമോഷനൊന്നും അടിച്ചിട്ടില്ല. അപ്പം നമുക്ക് പറ്റുന്ന ഒരു പ്രൊമോഷൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര അടിപൊളി. സോ പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ. പിന്നെ നല്ല സൗണ്ട്, നല്ല ക്വാളിറ്റിയുള്ള സ്ക്രീന്, ഇതൊക്കെയുള്ള തിയേറ്ററിൽ പോകണതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം ആ ഫീല് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ. സ്റ്റോറി ഓരോരുത്തരും, നമുക്ക് ഒരു സ്റ്റോറിയല്ല ഇതിൽ പോകുന്നത്. ഒരു സ്റ്റോറിയല്ല, ഓരോരുത്തരുടെ സ്റ്റോറി ഇതിൽ കണക്ട് ചെയ്യണം. കുഞ്ചാക്കോ ബോബൻ്റെ, ആസിഫ് അലീൻ്റെ, അങ്ങനെ കിടന്ന് ടൊവിനോൻ്റെ, പിന്നെ ഒരു തമിഴൻ ഒരു ആളുണ്ട്, ഒരു ഡ്രൈവറുണ്ട്, അയാളത്, പിന്നെ വിനീത് ശ്രീനിവാസൻ്റെത്, എല്ലാവരും ഇങ്ങനെ കുറേ ആൾക്കാരെ സ്റ്റോറി ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഒന്നിൽ പെട്ടക്കണം. ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കഴിവ് വേണം, നല്ല കഴിവ് വേണം, നല്ല കഷ്ടപ്പാടുണ്ട്. പിന്നെ മാത്രമല്ല ഇവരെല്ലാവരും ലൈഫ് ഒരുപോലെ ആയിരിക്കില്ല, എല്ലാവരും ഇമോഷൻസ് ഒരുപോലെ ആയിരിക്കില്ല. ഒരു സ്ഥലത്ത് സങ്കടമായിരിക്കും, ഒരു സ്ഥലത്ത് സന്തോഷമായിരിക്കും. അങ്ങനെ രണ്ട് തരത്തിലായിരിക്കും പോകുന്നത്, മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം കൂടി നമുക്കൊരു ഫീലിൽ കിട്ടണം. കാരണം നമുക്ക് ഒരേ ടൈമിൽ അറ്റ് എ ടൈമിൽ സന്തോഷിക്കും വേണം. അങ്ങനത്തെ ഒരു സീനുണ്ട്, പെട്ടെന്ന് സന്തോഷിക്കും വേണം, അതേ ടൈമിൽ എന്താ പറയുക സങ്കടം ഉണ്ടാവും. പക്ഷേ അത് നമുക്ക് അത് ഓക്കെയാണ്, അത് അവർ സക്സസ് ആണ്. നമുക്ക് ആ ഒരു ഫീല് ബാഡായിട്ട് തോന്നുന്നില്ല കേട്ടോ, ഭയങ്കര ബാഡായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതിൽ ചില സീൻസ് ഉണ്ട്, ഒരു സീനിൽ മറ്റേ സീനിലേക്ക് മാറുന്ന കുറച്ച് സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര നൈസായിരുന്നു. കാരണം ഒരു സീനിൽ പെട്ടെന്ന് മറ്റേ സീനിലേക്ക് മാറുമ്പോൾ എന്നൊക്കെ തലയ്ക്കടി കിട്ടുന്ന ഫീലൊന്നുമില്ല. അതായത് അയ്യോ എന്താ ആ ഒരു ഫീലില്ല. അത് നല്ല സ്മൂത്തായിട്ട് അവിടെ റൺ ചെയ്യുന്നുണ്ട്. അത് പിന്നെ കുറേ പെട്ടെന്നൊരു ജംപ് സ്കെയർസ് ഉണ്ട്, അത് ഭയങ്കര രസമാട്ടോ. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ട് കുറച്ച് ഞെട്ടിപ്പോയിട്ടുണ്ട്. പിന്നെന്താ ഇതിൽ പറയാനുള്ളത്, നിങ്ങൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്, അതായത് നിങ്ങൾക്ക് ഈ പടം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റിയ ഏതെങ്കിലും ഒരു കിഡിലൻ സീന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ കാസ്റ്റിങ്ങിൻ്റെ കാര്യം, ഇതിലെല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ലാലിൻ്റെ കുറേ കിഡിലൻ സീനുണ്ട്, അതുപോലെ ടൊവിനോൻ്റെ കുറേ കിഡിലൻ സീനുണ്ട്. അതേപോലെ തന്നെ ഇൻട്രൻസിൻ്റെ ചെറിയ 3-4 റോളിലാണെങ്കിൽ പോലും ഇൻട്രൻസിൻ്റെ കുറേ എൻ്റെ ഭയങ്കര ഫീലാണ്. ആസിഫ് അലി ആണെങ്കിൽ നമുക്ക് കുറേ ഫീല് തരുന്നുണ്ട്. നിറയും എല്ലാവരും നമുക്കിങ്ങനെ സെറ്റാക്കി വെക്കാം. എത്ര ടൈം നിന്നു എന്നല്ല, പക്ഷെ ആ നിന്ന ടൈം അടിപൊളിയായിരുന്നു എന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നെഗറ്റീവ് കാസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ, നമുക്ക് കുറച്ച് ഗേൾ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവർക്ക് കുറച്ചും കൂടി ഒരു റോള് കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ തോന്നിപ്പോയി. അതൊരു നെഗറ്റീവായിട്ടാണോ എടുക്കാമെന്ന് അറിയില്ല, പക്ഷെ ചില ക്യാരക്ടേഴ്സിനൊക്കെ കുറച്ചും കൂടി റോള് കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. ബാക്കി ഭയങ്കര അടിപൊളിയായിരുന്നു. അവർ ചെയ്ത ടൈമിങ്ങൊക്കെ അടിപൊളിയാണ്. അവർ ചെയ്ത ടൈമിലൊക്കെ ഭയങ്കര അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല, ഭയങ്കര കിടിലൻ. പിന്നെ ഇത് മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. നിങ്ങൾ OTT മറ്റേ റിലീസ് ചെയ്തിട്ട് അതിൽ കണ്ടിട്ട് കാര്യമില്ല. ആ തിയേറ്ററിൽ
ആ തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണം. കുറേ കൈയടിക്കാനും വിസിൽ വിളിക്കാനും കുറേ കിട്ടുന്ന സീനുണ്ട്. പെട്ടെന്ന് രോമാഞ്ചടിക്കും, എണീറ്റ് നിൽക്കും. അങ്ങനത്തെ കുറേ സീനുണ്ട്. പിന്നെ ഇമോഷണലായിട്ട് കുറേ സീനുണ്ട്. നമുക്ക് കുറേ കരയാൻ തോന്നും. ഞാൻ കുറേ സീന് കരഞ്ഞിട്ടുണ്ട്. ഞാനാണ് തൊട്ടേനും പിടിച്ചതിന് പെട്ടെന്ന് കരയും. ഇങ്ങനത്തെ മൂവിയിൽ ഓരോ സീന് കണ്ടാൽ ഞാൻ പെട്ടെന്ന് കരയും. എനിക്ക് ഉള്ളിൽ നല്ല ഫീൽ അടിക്കും. അങ്ങനത്തെ കുറേ ഫീൽ അടിക്കുന്ന കുറേ സീൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റുന്നത് തോന്നിപ്പോവും. കാരണം നിങ്ങൾക്ക് ക്യാരക്ടേഴ്സിൻ്റെ വോയിസ് സെറ്റാവണം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ നമുക്കിങ്ങനെ ഓരോ ഒബ്ജക്റ്റ് ഉണ്ടാവില്ലേ, ഓരോ ഒബ്ജക്റ്റിൻ്റെ വോയിസ് ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് സെറ്റാവണം. അതായത് ഹെലികോപ്റ്റർ വരാണെങ്കിൽ ഹെലികോപ്റ്റർ, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാറ്റിൻ്റെ ഇടയിൽ കൂടെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്യണം. ഇതെല്ലാം കൂടി കറക്റ്റ് ഇങ്ങനെ ആ സെറ്റായിട്ട് വരുന്നുണ്ടല്ലോ. ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. നിങ്ങൾ മാക്സിമം സബ് ചെയ്യുക, മാക്സിമം പെട്ടയേക്കുക. യു ഗൈസ് വാച്ചിങ് 89 സ്ട്രീമിങ്. പൂരത്തിന് കിട്ടിയ 50 റുപ്യേൻ്റെ ക്ലാസ്സാ. പൂരത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ല, പോയി കണ്ടുകൂടി. കിട്ടില്ലെന്നാ, ആകെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമേ ഉള്ളൂ. ആകെ ഒരു 5 മിനിറ്റ് ഉള്ളൂ. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ അങ്ങനെ കിട്ടിയ വ്ളോഗൊക്കെ എടുക്കണത് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഷെയർ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊളിക്കാം, വിഷയാക്കാം. ഓക്കെ, ബൈ. ക്യാമറ തൊടണ്ട. ഇതിൻ്റെ കാസ്റ്റിംഗ് എൻ്റെ പൊന്ന്, ഒരാളെ എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ല. അത് ആസിഫ് അലി ആണെങ്കിലും ടൊവിനോ ആണെങ്കിലും ലാലാണെങ്കിലും ബാക്കി എനിക്ക് കുറേ നടന്മാരുടെ പേരറിയില്ല. നീ എന്തിനാണ് റിവ്യൂ ഒന്ന്? അല്ല, ഞാൻ ഗെയിമിങ്. പിന്നെ ഇതിൻ്റെ വിഷ്വൽസ് എന്ന് പറഞ്ഞല്ലോ, ആ വിഷ്വൽസ്